ഹലോടെ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ LSS ഒക്കെ ആകെ മാറിയിട്ടുണ്ട്. CM കിഡ്സ് എന്നുള്ള രീതിയിൽ LSS പരീക്ഷയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്, നല്ല മാറ്റങ്ങളാണ് ഇത്തവണത്തെ LSS പരീക്ഷയിൽ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികൾക്കായി കാത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരിചയപ്പെട്ടു പോവാം. കുട്ടികളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാം. കൃത്യമായിട്ട് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. നോക്കുക, ഇത് HM ഫോറം വൈത്തിരി സബ് ജില്ല തയ്യാറാക്കിയിട്ടുള്ള കൃത്യമായിട്ട് എങ്ങനെയാണ് CM കിഡ്സ് എക്സാം വരിക എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാം. ചോദ്യങ്ങളിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. HM ഫോറം വൈത്തിരി സബ് ഡിസ്ട്രിക്ട് CM കിഡ്സ് LSS മോഡൽ എക്സാമിനേഷൻ 2026 രജിസ്റ്റർ നമ്പർ അക്കത്തിൽ അക്ഷരത്തിലൊക്കെ എഴുതാനുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ സമയമാണ്. പൊതു ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങളിലൂടെയും നമുക്ക് പെട്ടെന്ന് കണ്ണോടിക്കാം. ഓക്കെ, നോക്കാം. ആദ്യം തന്നെ മലയാളവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മുകളിൽ കൊടുത്തിട്ടുണ്ട് CM കിഡ്സ് മോഡൽ എക്സാമിനേഷൻ LP 2026 ഒന്നാം ഭാഷ മലയാളത്തിൽ 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആകെ ടോട്ടൽ നിങ്ങൾക്ക് 10 മാർക്കാണ് ലഭിക്കുക. ഓക്കെ, നോക്കുക. ഒക്കെ ടിക്ക് ഇടാൻ എന്നുള്ള രീതിയിൽ, ടിക്ക് ഇടുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. തളിർ കൈ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? തളിർ കൈ എന്ന പദം എങ്ങനെ തിരിച്ചെഴുതാം? 4 ഓപ്ഷനുകളുണ്ട്. 4 ഓപ്ഷനുകളിലൂടെയും നിങ്ങൾ കടന്നു പോവുക മക്കളെ. നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. തളിർ കൈ A ആണോ, B ആണോ, C ആണോ, D ആണോ ശരി എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഏതാണ് ശരി? യെസ്, തളിർ കൈ അല്ലേ, A ആണ് ശരിയായിട്ടുള്ളത്. റെഡി അല്ലേ? അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. നളിനി എന്ന കവിത എഴുതിയതാരാണ്? നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ എഴുത്തുകാരന്മാര്, കവികള്, അവരുടെ കൃതികൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നളിനി എന്ന കവിത എഴുതിയതാരാണ്? വള്ളത്തോൾ, കുമാരനാശാൻ, എഴുത്തച്ഛൻ, ഉള്ളൂർ. ആരാണ്? അതെ, കുമാരനാശാന്റെ കൃതിയാണ് നളിനി എന്ന കൃതി. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. റെഡിയാണല്ലോ? അപ്പോ യെസ്, കുമാരനാശാൻ. അടുത്ത ചോദ്യം. കറുമ്പിപ്പയ്യ് എന്ന കവിതയിൽ അമ്മയും കുട്ടിയും ആരാണ് എന്നാണ് കവി പറയുന്നത്. ഓക്കെ, കവിതയല്ല, കവിതയിലൂടെ കവി പറയുന്നത്. കറുമ്പിപ്പയ്യ് എന്ന കവിതയിൽ അമ്മയും കുട്ടിയും ആരാണ് എന്നാണ് കവി പറയുന്നത്. അമ്മ മേഘം, കുട്ടി വിത്ത്. അമ്മ മഴ, കുട്ടി പയ്യ്. കുട്ടി തൈയാണ്, അമ്മ ആകാശമാണ്. കുട്ടി പയ്യാണ്, അമ്മ കടലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ചു പോവുക. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? അതെ, അമ്മ മേഘവും കുട്ടി വിത്തുമായിട്ടാണ് കറുമ്പിപ്പയ്യ് എന്ന കവിതയിൽ അമ്മയും കുട്ടിയെയും അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? അമ്മ മേഘം, കുട്ടി വിത്ത്. ഓക്കെ, ശരി. ഏതാണ്? ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് പര്യായ പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചന്ദ്രന്റെ പര്യായ പദം വരാത്ത ജോഡി ഏതാണ് എന്നാണ്. തിങ്കൾ, ഇന്ദു. ധര, ധരിത്രി. ശശാങ്കൻ, സോമൻ. പനിമതി, തിങ്കൾ. ഇതിൽ ചന്ദ്രന്റെ പര്യായ പദം വരാത്ത ജോഡി ഏതാണ്? യെസ്, കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഓപ്ഷൻ ബി, ധര, ധരിത്രി. ഓക്കെ, എന്താണ്? ധര, ധരിത്രി. അഞ്ചാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി മൗണ്ടൻ റെയിൽവേ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. നീലഗിരി മൗണ്ടൻ റെയിൽവേ മേട്ടുപാളയത്ത് നിന്നും ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ്.
ഇവിടെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം. യെസ് സ്റ്റേറ്റ്മെന്റുകൾ നൽകിയിട്ട് അതിൽ കുറച്ച് ഓപ്ഷനുകൾ ശരിയായത് നോക്കി എഴുതാം. 3 സ്റ്റേറ്റ്മെന്റുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഏത് ശരി ഏത് തെറ്റ് എന്നുള്ള രീതിയിലാണ് നോക്കുക. നിങ്ങൾ ഇവിടെ 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ഏതാണ്? യെസ്, നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? യെസ്, അത് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്, ശരിയാണ്. 3ാമത്തത് നീലഗിരി മൗണ്ടൻ റെയിൽവേ മേട്ടുപാളയത്തിൽ നിന്നും ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ്. ഓക്കെ, 2ഉം ശരിയാണ്, 1 തെറ്റാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഡി ആണ് ശരിയായ ഓപ്ഷൻ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, റെഡി? ഇതൊക്കെ പോയിട്ടുണ്ടല്ലേ, റെഡി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കുക. കൃഷ്ണഗാഥയുടെ രചനയ്ക്കു പിന്നിലുള്ള വിനോദം ഏതാണ്? കൃഷ്ണഗാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ആനയും കുതിരയും, ചതുരംഗം, പകിടകളി, ക്യാരംസ്. ഓർത്തു വയ്ക്കുക, കൃഷ്ണഗാഥ ചതുരംഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം. അവൻ ഒരു തൊട്ടാവാടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അവനൊരു തൊട്ടാവാടിയാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണോ? ആരോടും സംസാരിക്കാത്ത വ്യക്തിയാണോ? വളരെ പെട്ടെന്ന് സങ്കടപ്പെടുന്ന വ്യക്തിയാണോ? അതോ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുന്ന വ്യക്തിയാണോ? അവനൊരു തൊട്ടാവാടിയാണ് എന്ന് പറയുന്നത് എന്താണ്? തൊടുന്ന സമയത്ത് തന്നെ വാടുന്നത്, അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് സങ്കടപ്പെടുന്ന വ്യക്തി, വളരെ പെട്ടെന്ന് സങ്കടപ്പെടുന്ന വ്യക്തി ഏതാണ്? യെസ്, ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അനുയോജ്യമായ പ്രയോഗം തിരഞ്ഞെടുത്ത് എഴുതുക. വീട്ടുമുറ്റത്ത് കളിക്കുന്ന കുട്ടിയുടെ പൊട്ടിച്ചിരി കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിൽ ഓർമ്മകളുടെ ഡാഷ്. ഇരച്ചു പൊങ്ങി, തിരതല്ലി, അണ പൊട്ടിയൊഴുകി, വേലിയേറ്റമുണ്ടായി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണടോ ശരിയായിട്ടുള്ള ഉത്തരം? അതെ, വേലിയേറ്റമുണ്ടായി, ഓർമ്മകളുടെ വേലിയേറ്റമുണ്ടായി. റെഡിയാണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ എന്ന ആശയം വരുന്ന പഴംചൊല്ല് ഏതാണ്? അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓക്കെ, അത്താഴം അരവയറ്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, കൈ ആടിയാലേ വായാടൂ, കയ്യിൽ തഴമ്പുള്ളവൻ കട്ടു തിന്നുമോ? അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. യെസ്, എന്താണ്? കൈ ആടിയാലേ വായാടൂ. റെഡിയാണല്ലോ? ഉത്തരം ഓപ്ഷൻ സി. അടുത്തത്. താഴെ കൊടുത്ത പ്രയോഗങ്ങളുടെ ജോഡിയിൽ തെറ്റായ ജോഡി ഏത്? ഇഷ്ടം മുഖം തിരിച്ചു, ദേഷ്യം ഇരച്ചു കയറി, സങ്കടം അണപൊട്ടിയൊഴുകി, സന്തോഷം മതിമറന്നു. ഇതിൽ തെറ്റായ ജോഡി ഇഷ്ടം ഒരിക്കലും മുഖം തിരിക്കില്ല, അല്ലേ? അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലെ 10ഓളം ചോദ്യങ്ങൾ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരാം. നിങ്ങൾ തയ്യാറാവുന്നുണ്ട്, നല്ല പോലെ തയ്യാറാവുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, കൂട്ടുകാരിലേക്കും മാക്സിമം ആളിലേക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക.